ഈ ഒരു ചടങ്ങിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ ഇത് ആരാണ് ഏറ്റെടുക്കുന്നത് എന്നുള്ളതാണ്. ഈ ചടങ്ങിന്റെ സിഗ്നിഫിക്കൻസ് അവിടേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് മാത്രമായിട്ടാണ് അടുത്ത ദിവസമെങ്കിലും അവിടേക്ക് ആൾക്കാരെല്ലാം തന്നെ ഇങ്ങനെ ഒഴുകിയെത്തുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ ക്ഷണിക്കപ്പെട്ട അതിഥി എന്നോ സാധാരണക്കാരനെന്നോ അല്ലാത്തവരെന്നോ ഒന്നുള്ള യാതൊരു വിധത്തിലുള്ള വ്യത്യാസമില്ല. ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇത് നടക്കുക എന്നുള്ളതാണ്. പ്രാണപ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് അയോധ്യയിൽ എവിടെയെങ്കിലും ഉണ്ടായിരിക്കുക എന്നതൊക്കെ തന്നെ ഒരു വലിയ പുണ്യമായി കരുതുന്ന ആൾക്കാരാണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പോൾ എങ്ങനെയാണ് സത്യം, ധർമ്മം അല്ലെങ്കിൽ ഏറ്റവും റൈറ്റിയസ് ആയിട്ടുള്ള ഭരണകർത്താവ്, അങ്ങനെയുള്ള ഒരാളിന്റെ തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു രാജ്യം എങ്ങനെയാണ് പോകേണ്ടത്, എങ്ങനെയാണ് രൂപീകരിക്കപ്പെടേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ബോധ്യം നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്കുണ്ട് എങ്കിലും പല രാഷ്ട്രീയ കക്ഷികൾക്കും അതില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പൊ പല ആൾക്കാരും ഇതിൽ തന്നെ പറയുന്നുണ്ട്, ശ്രീരാമൻ രാജാവായിരുന്നില്ലേ, ഇന്ന് ജനാധിപത്യമല്ലേ ഉള്ളത്, ജനാധിപത്യമല്ലേ നല്ലത്, അപ്പൊ നമ്മൾ ഈ പ്രാണപ്രതിഷ്ഠ നടത്തിയിട്ട് ഈ നാടിനെ മുഴുവൻ ത്രേതായുഗത്തിലേക്ക് തിരിച്ചു നടത്തിപ്പിക്കാനാണോ നിങ്ങൾ ശ്രമിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നിരവധി അഭിപ്രായങ്ങളൊക്കെ വരുന്നത് കണ്ടു. അങ്ങനെയുള്ള ആൾക്കാരോട് പോലും പറയാനുള്ളത് രാമന്റെ ജീവിതത്തിൽ നിന്നുള്ള കാര്യം തന്നെയാണ്. അതായത് ഒരാളിന്റെ, ഒരു പ്രജയുടെ അഭിപ്രായം തനിക്ക് ഹിതകരമല്ലാത്ത, തന്റെ ഭരണത്തിനെ ഏതെങ്കിലും രീതിയിൽ ഒരു തെറ്റായ ആംഗിളിൽ കൂടി കാണുന്നതിന് വേണ്ടിയിട്ട് ആരെങ്കിലും പ്രേരിപ്പിക്കുന്നുണ്ട് എന്ന് തോന്നിയപ്പോ തന്റെ താല്പര്യത്തിനെയോ തന്റെ വ്യക്തിപരമായിട്ടുള്ള ബോധ്യത്തിനെയോ മാറ്റി വെച്ചുകൊണ്ട് ആ പ്രജയുടെ ഒരാളിന്റെ ഹിതത്തിനനുസരിച്ച് തീരുമാനമെടുക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറായിരുന്ന ഭരണാധികാരിയാണ്. ലോകത്തിൽ ഏതെങ്കിലും ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ പോലും അങ്ങനെ ഒരു തീരുമാനം ആരെങ്കിലും എടുക്കുന്നുണ്ട് എന്ന് നമുക്ക് തോന്നുന്നില്ല. സീസറിന്റെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ സീസറൊക്കെ വരുന്നതിന് എത്രയോ മുമ്പ് ഇവിടെ രാമന്റെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണം എന്നുള്ള ഒരു കോൺസെപ്റ്റ് നടത്തി കാണിച്ചിട്ടുള്ള രാജ്യമാണ്. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള ജാതി മത വിഭാഗങ്ങൾക്കൊന്നും തന്നെ യാതൊരു വിധത്തിലുള്ള അയിത്തവും കൽപ്പിക്കാൻ കഴിയാത്ത, ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെത് മാത്രമല്ലാത്ത നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ രാമരാജ്യം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നടപ്പാക്കുക, അത് വരിക എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഒരു കൾച്ചറൽ റിയലൈസേഷൻ കൂടിയാണ്. നമ്മുടെ രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സംസ്കാരത്തിന്റെ, നമ്മുടെ ഇതിഹാസങ്ങളുടെ ഏറ്റവും പ്രാചീനമായിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള ദൃഷ്ടാന്തം, അത് എല്ലാ കാര്യങ്ങളിലും സൂപ്പർലേറ്റീവ് ആയിട്ടുള്ള, എന്നാൽ മനുഷ്യനായിട്ടുള്ള ഒരാളിനെ മര്യാദാ പുരുഷോത്തമൻ എന്ന അർത്ഥത്തിൽ കാണുകയും ഏറ്റവും പ്രഗത്ഭമതിയായിട്ടുള്ള ഭരണകർത്താവ്, ഏറ്റവും പ്രഗത്ഭമതിയായിട്ടുള്ള പുത്രൻ, എല്ലാവിധ സൗഭാഗ്യങ്ങളും തനിക്ക് കിട്ടാൻ ഒരു രാത്രി പുലർന്നാൽ മതി എന്ന് കരുതുമ്പോൾ, അങ്ങനെയാണെങ്കിൽ പിതാവിനെ കൊന്നതിന് ശേഷം അധികാരം വാങ്ങിയെടുത്ത് തരാം എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള മറ്റു ആൾക്കാർ അവിടെ കൂടെ നിൽക്കുന്ന സമയത്ത് വേണ്ട, എന്റെ അച്ഛന്റെ വാക്കിനാണ് വില എന്ന് പറഞ്ഞുകൊണ്ട് വനവാസം സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് തനിക്ക് ആ രാത്രി പുലർന്നാൽ കിട്ടുമായിരുന്ന എല്ലാവിധ സൗഭാഗ്യങ്ങളും ത്യജിച്ചു പോയിരിക്കുന്ന ആളാണ്. നമ്മൾ അതിനുശേഷം പിന്നീട് നമ്മുടെ നാട്ടിലുള്ള പല അധിനിവേശവും നടത്തിയിരിക്കുന്ന ആൾക്കാർ ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് കണ്ടതാണ്. അവരിൽ പല ആൾക്കാരും സ്വന്തം അച്ഛനെ കൊന്നതിന് ശേഷം അധികാരത്തിന് ശ്രമിച്ചിരിക്കുന്ന ആൾക്കാരാണ്. തന്റെ അച്ഛനെ കാരാഗ്രഹത്തിൽ അടച്ചതിന് ശേഷം അധികാരം കൈപ്പറ്റുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ച ആൾക്കാരാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു ശീലം നമ്മൾ കണ്ട് ഒരുപക്ഷെ രേഖപ്പെടുത്തപ്പെട്ട ചരിത്രത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ അങ്ങനെയുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഇതിഹാസ പുരുഷനെ, മാനുഷനായിട്ടുള്ള രാമനെ, ദൈവമായിട്ടുള്ള രാമനെ ഒക്കെ തന്നെ ഇന്നത്തെ കോൺസെപ്റ്റ്, ആ ഒരു കോൺസെപ്റ്റിനെ ഇന്നത്തെ ഒരു രാഷ്ട്രീയത്തിലേക്ക്, സാമൂഹ്യ അന്തരീക്ഷത്തിലേക്കൊക്കെ തന്നെ പ്രതിഷ്ഠിക്കേണ്ടുന്ന ഒരു ആവശ്യം ഉണ്ടാകുന്നു. അപ്പൊ ഞാൻ കരുതുന്നത് ഇത് കേവലം ഒരു ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രാണപ്രതിഷ്ഠയല്ല, ഇന്ത്യയിൽ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് രാമന്റെ പ്രാണപ്രതിഷ്ഠ കൂടിയാണ് അടുത്ത ദിവസം നടക്കാൻ പോകുന്നത്. അതാണ് ഈ ചടങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്നാണ് ഞാൻ കരുതുന്നത്.